മക്കളെ, നമുക്കിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അന്വൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ. ഗിഡ്കി എന്ന ലഘുകഥയിലെ ഭാഗമാണ്. ഭാഗം വായിച്ചതിന് ശേഷം സഹി വികൽപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ഉസ്ക എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഉസ്ക, എല്ലാ സ്ഥലത്തും ഉസ്ക എന്നാണ്. അപ്പം എന്താ അതിൻ്റെ ആൻസർ വരിക? വഹ് പ്ലസ് ക ആണ് ഉസ്ക അല്ലേ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ, യുവതിക്ക് ആംഖേം ബർ ആയിക്കും. യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത്? അപ്പനെ ജീവൻ കി കഠിനായിയോ കെ ബാരേമേ സോച്ച്കർ അല്ലേ. സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓർത്തിട്ടാണ്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ഉത്തരം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എഴുതിയിട്ടില്ല പറഞ്ഞത്. ഇനി ഇവിടെ എഴുതിയത് കാണിക്കുക. അപ്പനെ ജീവൻ കി കഠിനായിയോ കെ ബാരേമേ സോച്ച്കർ. കണ്ടോ, അപ്പനെ ജീവൻ കി കഠിനായിയോ കെ ബാരേമേ സോച്ച്കർ. ഇനി അടുത്ത ചോദ്യം പടുക്കഥ എഴുതാനാണ്. പിന്നീട് വരുന്നത് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം കേശവിനെ ആരും കൂട്ടത്തിൽ കളിക്കാൻ വേണ്ടി കൂട്ടിയില്ല എന്നല്ലേ. ടീമിൽ ആരും തന്നെ കളിക്കാൻ കൂട്ടിയില്ല. എന്തുകൊണ്ട് എന്നാണ് ഒരു ചോദ്യം. ഇതിൻ്റെ എല്ലാം ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ എന്നെല്ലാവരും കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. യുവതിക്ക് ആംഗേംബറായിക്കും, അത് നമ്മൾ പറഞ്ഞു. അത് ചെറിയ ഉത്തരം മതി, നേരത്തെ കാണിച്ചല്ലോ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പനെ ജീവനിക്ക് കടിയായൊക്കെ ബാരേമേ സോച്ച്കറാണ്. അത്രയും മതി. എങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ലഘുകഥ ഈസ് പ്രസംഗ പർ പടുക്കഥയാണ് എഴുതാൻ പറഞ്ഞത് അല്ലേ. പടുക്കഥ സ്ഥാനം എഴുതണം, സമയം എഴുതണം, പാത്രം എഴുതണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ഥാൻ, സമയം, പാത്രം എഴുതണമെന്ന്. സ്ഥലം റെയിൽ ഗാഡി, ജനറൽ കോച്ച്. രാവിലെ 8 മണി. പതി ഏകദേശം 45 വയസ്സ്. പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കുട്ടികൾ ഏകദേശം 14-12 വയസ്സുള്ള കുട്ടികളാണ്. പത്തലൂൻ കുർത്ത, അതും അവരും ധരിച്ചിരിക്കുന്നത്. പത്നി ഏകദേശം 40 വയസ്സാണ്, ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ ഷാള് വിൽക്കാൻ വന്ന യുവതി ഏകദേശം 30 വയസ്സ്, സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ഇനി സന്ദർഭമാണ് ദൃശ്യക്കാ വിവരൺ. ഡിബ്ബേ മേ ഷാൾ ബേച്ചനെ വാലി ഏക് യുവതി ആത്തി ഹെ ആർ പത്നി തോൽ എന്നാണ്. തോൽമോൽ കർത്തി ഹെ. ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി വരുന്നു. പത്നി അവരുമായിട്ട് എന്ത് ചെയ്യാണ്? വില പേശുകയാണ്. അതാണ് സന്ദർഭം. ഇനി സംവാദാണ്. സംവാദ്, വാർത്താലാപ്. യുവതി, ദീദി ജമ്മു കി ഷാൾ ലേ ലോ ബഹുത്ത് ബടിയായ. ചേച്ചി, ജമ്മു കാശ്മീരിലെ ഷാളാണ്, എടുത്താലും വളരെ മേൽത്തരമാണ്. കിത്തനെ കി ഹേ, എത്ര രൂപയ്ക്കാണ്? 250 की. ഇത് വേറൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്തി മെഹങ്കി പറഞ്ഞാൽ ഇത്രയും, ഇത്തനി എന്നാണ് കേട്ടോ. ഇത്തനി മെഹങ്കി, ഇത്രയും വില കൂടിയതാണോ? ज़्यादा पीस लोगी तो हम कर दूंगी. കം കർ ദൂങ്കി, കുറച്ച് തരാം കേട്ടോ. കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാം. മുझे ദുക്കാൻ കൊൽനി ഹേ ക്യാ, എനിക്ക് കട തുറക്കാനാണോ എന്ന് ഭാര്യ ചോദിക്കുകയാണ്. ദുക്കാൻ കൊൽനി ഹേ ക്യാ വരെ മതി. കട തുറക്കാനാണോ? യുവതി, ജി ആപ്കോ കിത്തനി ചാഹിയേ. അപ്പോൾ യുവതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എന്ന് ചോദിക്കുന്നു. അച്ഛാ 5 പീസ് ലേത്തോ കിത്തനേക്ക് ദേഗി. 5 പീസ്. ഇത് ഗായാണ്, ഗീ എന്നാണ് കേട്ടോ. ഇവിടെ പത്നിന്ന് വേണ്ട. അപ്പം എന്താണ്? 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്രയ്ക്ക് തരും എന്ന് ചോദിക്കുകയാണ്. 200 രൂപയെ. അപ്പം പറയേണ്ട ഒരു പീസിന് എത്രയാണ്? 200 രൂപ. 200 രൂപയെ പെർ പീസ് ലേ ലേന ദീദി എന്നാണ്. ദീദി, ഈ യുവതി വേണ്ട. അപ്പോൾ പത്നി 100 രൂപയെ പെർ പീസ്, അല്ല 100 രൂപയ്ക്ക്, ഒരു പീസിന് 100 രൂപ എന്ന് വില പേശാണ് ആര്? പത്നി. യുവതി, ദീദി 100 तो बहुत कम है. അപ്പോൾ പറയാണ് ദീദി 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവല്ലേ. പത്നി, ചൽ ന തേരി ന മേരി 150 ബസ് പീസ്. അപ്പം എന്താ പറയണത്? എന്നാലും 150 രൂപയ്ക്ക് അല്ലേ. 150 രൂപയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പത്നി പറയാണ്. യുവതി, അച്ഛാ ദീദി ടീക്ക് ഹേ ലോ രംഗ് പസന്ത് കറലോ. അപ്പം യുവതി ശരി സമ്മതിക്കുകയാണ്. ശരി, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ എന്ന് പറയാണ്. പത്നി, മേനെ 5 പീസ് ലിയാ ഹേ, ഞാൻ 5 പീസ് എടുത്തിട്ടുണ്ട്.
യഹ്ലോ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 750 രൂപ. ധന്യവാദ് ദീദി, നന്ദി പറയാണ് ആര്? യുവതി. അങ്ങനെ ആ സീൻ അവിടെ സമാപിക്കുകയാണ്. സീൻ സമാപ്ത്. അങ്ങനെയാണ് നിങ്ങൾ ഒരു പടുക്കഥ തയ്യാറാക്കേണ്ടത്. മനസ്സിലായി? സംവാദം എത്ര തോനെ വേണമെന്നില്ല, അതൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാം. ഒരു 4-5 സെൻറ്റൻസ് മതി സംവാദം. അപ്പോൾ ഇതാണ് പടുക്കഥ. ഇനി കേശവക്കോ കോയി ബി ടീം അപ്പനി തരവ്. കേശവിന് ഒരു ടീമും അവരെ കൂടെ അവനെ കളിക്കാൻ കൂട്ടിയില്ല. എന്താണ് കാരണം എന്ന ചോദ്യം. കേശവ് ഏക്ക് ഗരീബ് പ്രവാസി മസ്തൂർ ക ബച്ചാത. കേശവ് ഒരു ദരിദ്ര പ്രവാസി മസ്തൂർ തൊഴിലാളികളുടെ മകനായിരുന്നു. അതുകൊണ്ടാണ് അവനെ ആരും കളിക്കാൻ കൂട്ടാതിരുന്നത്. ഇനി പ്രസ്തുത പ്രസംഗം പർ മാതാപിതാ ഓർ കേശവ് കെ ബീച്ച് കി സംഭാവിത ബാത്ചിത്താണ്. ആര് തമ്മിലുള്ള? കേശവും അച്ഛനും അമ്മയും തമ്മിലുള്ള ബാത്ചിത്ത്. കേശവ്, പാപ്പ മേരെ ലിയെ ബി ഏക്ക് ബല്ല ഓർ ബോൾ ഖരീദ് ദീജിയെ. എന്താണ് കേശവ് പറയുന്നത്? അച്ഛ, എനിക്കും ഒരു ബാറ്റും ബോളും വാങ്ങിച്ചു നൽകിയാലും. ഖരീദ് ദേങ്കെ അബ് നഹി. അപ്പം അച്ഛൻ പറയാണ് വാങ്ങിച്ചു തരാം, പക്ഷെ ഇപ്പോഴല്ല. അപ്പോൾ കേശവ് ഫിർ കബ്, പിന്നെ എപ്പോഴാണ്? പിത തും അച്ഛേ നമ്പർ സെ 5വീं പാസ് കർണേ കെ ബാദ്. നീ നല്ല മാർക്കോട് കൂടി 5ാം ക്ലാസ് പാസ്സായതിനു ശേഷം. സച്ച്, സത്യം. പിതാ ഹാ ഏക്ക് ബോൾ ഖരീദേങ്ക. നിനക്കൊരു ബോൾ എന്തായാലും വാങ്ങിച്ചു തരും എന്ന് പറയാണ് പിതാവ്. ഓർ ബല്ല, അപ്പോൾ ബാറ്റോ? മാതാവ് പറയാണ് ഉസ്കെ ബാരേമേ ബി തബ് സോച്ചേങ്കി. അമ്മ ഇപ്പം എന്താ പറയണത്? അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാന്ന്, അപ്പം ആലോചിക്കാന്ന്. അപ്പോൾ കേശവ് ടീക്ക് ശരി എന്ന് പറയാണ് കേശവ്. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ വന്നത് എന്താണ്? പരീക്ഷാക്കെ ബാദ് കേശവിനെ ദാദാജി സെ മാതാപിതാ കെ പാസ് ജാനെ കാ ആഗ്രഹ കിയ. പരീക്ഷയ്ക്ക് ശേഷം കേശവ് ദാദാജിയോട് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഉസ് പർ കേശവ്, അതിൽ കേശവനും അതുപോലെ തന്നെ ദാദാജിയും തമ്മിലുള്ള വാർത്താലാപമാണ്. ഇത് നമ്മൾ കുറേ പ്രാവശ്യം എഴുതി പഠിച്ച വേറെ ക്വസ്റ്റ്യനിലൊക്കെ വന്നതാണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതൊന്നും കൂടെ കാണിക്കാം. വാർത്താലാപ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് വാർത്താലാപ് വരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗത. ഇനി ഇവർ തമ്മിലുള്ള വാർത്താലാപാണ് കേട്ടോ. കേശവും ദാദാജിയും തമ്മിലുള്ള. ഇതാണ് കേശവും ദാദാജിയും തമ്മിലുള്ള വാർത്താലാപ്. കണ്ടോ? ഇത്രയാണ് കേശവും ദാദാജിയും തമ്മിലുള്ള വാർത്താലാപ് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. കേശവ്, ദാദാജി മേരി വാർഷിക പരീക്ഷ സമാപ്ത ഹുയി. കേശവ് പറയാണ് ദാദാജി, എൻ്റെ വാർഷിക പരീക്ഷ അവസാനിച്ചു. ദാദാജി അച്ഛ ടീക്ക് ശരി, നല്ലത്. കേശവ് ഇതർ ബൈറ്റേ ബൈറ്റേ മേ ഊബ് ഗയ. ഇവിടെ ഇരുന്ന് എനിക്ക് മുഷിച്ചിൽ അനുഭവപ്പെടുന്നു. എനിക്ക് എന്താണ് ഇരുന്ന് എനിക്ക് എന്താണ് ബോറടിക്കുകയാണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ദാദാജി കൊയ് പുസ്തകം ലേക്കർ പടോ, എന്തെങ്കിലും പുസ്തകം വെച്ച് പഠിച്ചോ എന്ന് പറയുകയാണ് ദാദാജി. കേശവ് നെഹി മുജെ ഷഹർ ജാനാ ഹെ. വേണ്ട, എനിക്ക് പട്ടണത്തിൽ പോകണം. ദാദാജി ക്യോം, എന്തിന്? കേശവ് മാ ബാപ്പ് സെ മിൽനെ കെ, അമ്മയും അച്ഛനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ദാദാജി ഷഹർ ജാന ആസാൻ നെഹി. പട്ടണത്തിൽ പോവുക എന്നത് അത്ര എളുപ്പമല്ല. ഹം ബസ് സേ ജായേ, നമുക്ക് ബസ്സിൽ പോവാമെന്ന് കേശവ് പറയാണ്. ദാദാജി ചുപ്പ് രഹോ തും, നീ മിണ്ടാതിരിക്കേ. കേശവ് ദാദാജി മുജെ ഷഹറിലേ ജായേ. ദാദാജി എന്നെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകൂ. ദാദാജി ഹാ ടീക്ക് ഹം കൽ ജായേ. ശരി, നമുക്ക് നാളെ പോവാം. അങ്ങനെ അവരുടെ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. ഇനി ഗഡ് എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ചോദ്യം. ഗഡ് എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദം ശരീരാണ്. അടുത്തത് തുളസി കെ പ്രസ്തുത दोहे का ആശയമാണ്. प्रस्तुत दोहे तुलसीदास जी कहते हैं कि दया की भावना से धर्म उत्पन्न होता है तो पाप को जन्म देता है. हमें अपने शरीर में प्राण रहते तक दया भाव को त्यागना नहीं चाहिए. നമ്മൾ നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യരുത്? ദയ ത്യജിക്കരുത്, ദയ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഈ കാണുന്ന ഭാഗം പഠിച്ചാൽ മതി. പ്രസ്തുത ദോഹയ്ക്ക് തുളസീദാസ് കത്തേഹേക്ക് ഇതാ തുളസീദാസ് കത്തേഹേക്ക് അവിടെ നിന്ന് പിന്നെ ഈ മാർക്ക് ചെയ്ത ഭാഗവും കൂടെ കേട്ടോ. ഇനി देखो उस पार भी मौसम तो हमारे यहाँ जैसे ही है इससे आपने क्या समझा. നോക്കൂ, അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ ഇവിടെ ഉള്ളത് പോലെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദ്യം.
दुनिया के किसी भी कोने में इंसान की मूलभूत भावनाएं और ज़रूरत एक जैसी है। उनका सुख दुख आशा निराशा सब समान है। जब बच्चे भेदभाव की दीवारों तोड़ देते हैं तो मालूम होता है कि दुनिया में कोई पराया नहीं होता. അപ്പോൾ ഇത് 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതാ ഇത്രയും എഴുതിയാൽ മതിയാവും. ഇത് നേരത്തെ വേറൊരു ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് അതിൽ. സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. ദുനിയാക്കെ കിസി ബി കോനേമേ ഇൻസാൻ കി മൂലബോധ ഭാവന, അതായത് ദുനിയാവിലുള്ള ലോകത്തിലുള്ള ഏത് കോണിൽ താമസിക്കുന്ന മനുഷ്യനാണെങ്കിലും അവരുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ് എന്നാണ് അതിൻ്റെ ആൻസർ. അതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും ഭാഗം വേണ്ട, ഈ മാർക്ക് ചെയ്ത ഭാഗം മാത്രം മതി. ഇനി 9ാമത്തത് ഹർമൻ കെ മാംസെ വിചുടനെ കാ കാരൺ ക്യാ ഹെ. ഹർമൻ അമ്മയിൽ നിന്നും വേർപെട്ട് നിൽക്കാനുള്ള കാരണം എന്താണ്? യുദ്ധ കെ സമയ പുരുഷ और स्त्री के लिए अलग अलग യുദ്ധം കെ സമയ പുരുഷ സ്ത്രീക്കലിയ, യുദ്ധസമയത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അലഗ് അലഗ് സ്ഥാനത, 2 പേർക്ക് അലഗ് അലഗ് സ്ഥാനതനെ വേറെ വേറെ സ്ഥലങ്ങളായിരുന്നു. ഇതുകൊണ്ടാണ് അമ്മയിൽ നിന്നും ഹർമൻ വിട്ട് എവിടെ നിന്നത്? തൻ്റെ സഹോദരങ്ങളോടൊപ്പം ബൈരക്കിൽ നിന്നത്. ബൈരക്ക് അനുഭവം കാ ജിക്ര കർത്തേ ഹുയെ ഹർമൻ കി ഡയറി. ഇനി അവിടെ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഹർമൻ്റെ ഡയറിയാണ് പറയുന്നത്. ചേട്ടാ ബാരേക്കിലെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് ഹർമൻ എഴുതുന്ന ഡയറിയാണ്. താരിഖ് എഴുതണം, നിർബന്ധമാണ് താരിഖ് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ നീളത്തിൽ എങ്ങനെ എഴുതാം? ദിനാങ്ക്, രവിവാർ, ഇവിടെ രവിവാർ എഴുതാം, പിന്നെ ഇവിടെ ഡേറ്റ് എഴുതാം. ഒന്ന് താഴെയാക്കി എഴുതാം. എങ്ങനെയും എഴുതാം ഡയറിക്ക് മാത്രം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഡേറ്റ് ദിവസം എഴുതാം, ഇവിടെ ഡേറ്റ് എഴുതാം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിലും എഴുതാം. എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഡയറിക്ക് മാർക്ക് കിട്ടും. ഡയറിക്ക് മാത്രമാണ് അങ്ങനെ എഴുതേണ്ടത്, വേറെ പത്രമൊന്നും അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ആജ് മേരാ മൻ സംഘർഷ സേ ബരാത. ഇന്ന് എൻ്റെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു. മേം മാംസേ ഹോക്കർ കൈദി ശിവിർ മേം പഹുഞ്ച. മാമാണ്. മുझे അകേല और एहसास महसूस हुआ. എനിക്ക് അകേലാപ്പൻ, എനിക്ക് ഒറ്റപ്പെടൽ തോന്നി. മാം കെ സാത്ത് ഖുഷി സേ ജീവൻ ബിതാത്തെ थे. ഞാൻ അമ്മയോടൊപ്പം, മാം എന്നാണ് കേട്ടോ, അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിതം ചെലവഴിക്കുകയായിരുന്നു. അപ്പോൾ മേരാ ജീവൻ ബഹുത്ത് മുഷ്കിൽ ബൻ ഗയ. ഇപ്പോൾ എൻ്റെ ജീവിതം വളരെയധികം പ്രയാസപരമായിരിക്കുന്നു. ശിവിർ മേ ബഹുത്ത് സേ ഹി കാം ശുരു ഹുവ. ശിബിരത്തിൽ വളരെ കൂടുതൽ ജോലികൾ ആരംഭിക്കുന്നുണ്ട്. കൊയ് ഭോജൻ നെഹി മിൽത്ത. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, പക്ഷേ എന്താണ്, ഭക്ഷണം ലഭിക്കുന്നില്ല. ടെണ്ട് സേ കൊയ് സുരക്ഷ നെഹി. നല്ല തണുപ്പാണ്, പക്ഷേ തണുപ്പിൽ നിന്നും സുരക്ഷ ഇല്ല. കേവലം ജോലി മാത്രം, കേവൽ കാം കർത്തേ കർത്തേ ഹാത്തോം സേ ഗൂൻ ബത്താത. ജോലി ചെയ്ത് കൈകളിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. കൈ ബാർ ദിഖാവ കർത്തേ ഹി കോശിഷ് കി. രാത് കോ മുझे ബിൽക്കുൽ പാനി ജൈസ സൂപ്പ് എന്നാണ്. രാത്രി എനിക്ക് പാനി, വെള്ളം പോലെയുള്ള സൂപ്പാണ് കിട്ടുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. മേ ഏക്ക് शोल्क पर सोया. मेरा പത്തല ശരീർ സൈക്കടോ ലോകോക്കെ ബീച്ച് ദബ ഹുവാദ. 100 കണക്കിന് ആളുകളുടെ ഇടയിൽ എൻ്റെ ശരീരം അമർന്നു പോയിട്ടുണ്ടായിരുന്നു. ഹമേശ മാംകി യാദ് അരഹി. എപ്പോഴും എനിക്ക് അമ്മയുടെ ഓർമ്മയുണ്ടാകുന്നു. എനിക്ക് കോമൾ ആവാസ്, അവരുടെ കോമളമായിട്ടുള്ള ശബ്ദം. മുജേ സാന്ത്വനാദി, എനിക്ക് സാന്ത്വനം നൽകി. മാം സപ്പനേ മേം ആക്കർ. അമ്മ സ്വപ്നത്തിൽ വന്നിട്ട്. മാം സപ്പനേമേ ആക്കർ കത്തീതി ചിന്താ മത് കരോ ഹർമൻ. അമ്മ സ്വപ്നത്തിൽ വന്ന് പറയുന്നു, നീ ക്ഷമിക്കാതെ ഹർമൻ. ഏക്ക് പരി ആക്കർ, ഒരു മാലാക വന്നിട്ട് തുമേം ബച്ചായേഗി, നിന്നെ രക്ഷപ്പെടുത്തും. മേ ഉസ് പരി ലടുക്കിക്കേരി എന്തസാർ കർത്താവും, ഞാൻ ആ പരി ലടുക്കിക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. നീന്ത് ആരഹി ഹേ കൽക്കാ ദിൻ കൈസാ ഹോ പതാ നഹി. ഉറക്കം വരുന്നു, നാളത്തെ ദിവസം ഇനി എങ്ങനെയായിരിക്കുമെന്ന് അറിയുകയില്ല. അങ്ങനെയാണ് ഹർമൻ്റെ ഡയറി വരുന്നത്. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. ബരേക്ക് അനുഭവ ബതാത്തെ. ഹർമൻ തൻ്റെ അമ്മയ്ക്ക് എഴുതുന്ന കത്താണ്. അവിടെ ഹർമൻ എന്നാണ്, ഈ പേര് ഹർമൻ എന്നാണ് കേട്ടോ.
ഇവിടെ ഹർമൻ തൻ്റെ അമ്മയ്ക്ക് എഴുതുന്ന കത്താണ്. സ്ഥാൻ താരിഖ് എഴുതണം. പ്യാരി മാം, ആശാ ഹേ ആപ്പ് സകുശൽ ഹോഗി, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാം, ഈ മാം എന്നുള്ളടത്തൊക്കെ അങ്ങനെ തെറ്റിയിട്ടാണ് വന്നത് കേട്ടോ. മാം മേ യഹാ ബഹുത്ത് മാം മേ യഹാം ബഹുത്ത് മുഷ്കിൽ മേ ഹെ, അമ്മേ ഞാനിവിടെ വളരെയധികം പ്രയാസത്തിലാണ്. യഹാം आकर पर सबसे पहले गार्ड ने मुझे एक अंधेरे कमरे में उतार दिया. ഇവിടെ വന്നപ്പോൾ ഒരു ഗാർഡ് എന്നെ ഒരു ഇരുട്ടുമുറിയിലേക്ക് അയച്ചു. മേരെ കപ്പടെ ഉദാർ ദിയേ ഗയേ, എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. और मेरी तलाशी ले ली. मुझे एक യൂണിഫോം और काम सौंपा दिया, എനിക്ക് ഒരു യൂണിഫോമും തന്നു, പിന്നെ എന്നെ ജോലിയും ഏൽപ്പിച്ചു. യഹാ കോയി ഭോജൻ നഹി മിൽത്ത, ഇവിടെ ഒരു ഭക്ഷണവും കിട്ടുന്നില്ല. ठंड से സുരക്ഷ നഹി, തണുപ്പിൽ നിന്ന് സുരക്ഷിതത്വമില്ല. കേവൽ കാം, കേവലം ജോലി മാത്രമാണ് ഇവിടെ ഉള്ളത്. കാം കർത്തേ കർത്തേ മേരെ ഹാത്തോം സെ ഗൂൻ ബഹതാ, ജോലി ചെയ്ത് ചെയ്ത് എൻ്റെ കൈകളിൽ നിന്നും രക്തം ഒഴുകുന്നു. രാത്തുക്കോ യഹാ പാനി ജൈസാ സൂപ്പ് മിൽത്താ ഹെ, രാത്രി എനിക്ക് ഇവിടെ നിന്നും വെള്ളം പോലെയുള്ള സൂപ്പാണ് ലഭിക്കുന്നത്. ജബ് मुझे भूख लगती है तो मुझे माम के गाना पकाने की याद आती है. എനിക്ക് വിശക്കുമ്പോഴൊക്കെ എനിക്ക് അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഓർമ്മ വരുന്നത്. മുझे पता है युद्ध खत्म होने तक यही मेरा घर है, എനിക്കറിയാം യുദ്ധം അവസാനിക്കുന്നത് വരെ ഇത് തന്നെയാണ് എൻ്റെ വീടെന്ന്. मुझे हमेशा आपकी याद सताती है आप दिए प्यार सुरक्षा और भोजन की, എനിക്ക് എപ്പോഴും നിങ്ങൾ ഓർമ്മ വരുന്നു, നിങ്ങളുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ നിങ്ങൾ തന്ന സുരക്ഷിതത്വവും നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തന്നിട്ടുള്ള ഭക്ഷണം എല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. മേരാ ഏകമാത്ര സഹാര ഹേ, आपने कहा था कि मुझे एक आदमी बनना है, वह मुझे याद है और उसके लिए कोशिश कर रहा हूँ. माम सपने में आकर कहती थी चिंता मत करो हरमन, एक परी आकर तुम्हें बचाएगी, मैं उस परी लड़की का इंतजार कर रहा हूँ. അമ്മ എന്നെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ പരീലടിക്കയുടെ പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഒരു പരീലടിക്ക് രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹർമൻ ഇവിടെ കത്ത് എഴുതിയിരിക്കുകയാണ്. പ്യാർ കെ സാത്ത് ആപ്കാ ബേട്ട അസ്താക്ഷർ നാം, സ്നേഹത്തോടെ നിങ്ങളുടെ മകൻ അസ്താക്ഷർ നാം. നിങ്ങളെപ്പോഴും അസ്താക്ഷർ ഇങ്ങനെ ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്, ഒരിക്കലും സൈൻ ചെയ്യരുത്. പിന്നെ അസ്താക്ഷർ എഴുതിയതിന് ശേഷം മാത്രമാണ് നാം എഴുതേണ്ടത്. പിന്നെ സേവാമേ നാം പദ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി ഓട്ടോ ഡ്രൈവർ രാജാറാമിൻ്റെ ചരിത്രപര ടിപ്പണിയാണ്. ഗഗൻ ഗിൽക്ക ദില്ലി മേ ഉനീന്ത് എന്ന സംസ്മരണയിലെ മുഖ്യ കഥാപാത്രമാണ് രാജാറാം. വഹ് ദില്ലി കാ ഏക ഓട്ടോ ഡ്രൈവർ ഹെ, അവൻ ദില്ലിയിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വഹ് യു പി കെ ഉന്നാവ് യു പിയിലെ ഉന്നാവിലാണ് താമസിച്ചിരുന്നത്. ഉൻ ദിനോ വഹ് അപ്പനെ ഗാവ് കെ ഗേത്തോമേ വസൂരി കർത്തത്, ആ ദിവസങ്ങളിലെല്ലാം അവൻ്റെ നാട്ടിൽ കൃഷിപ്പണിയാണ് ചെയ്തിരുന്നത്. ബാരിഷ് മേ ഉസ്കാ ഗർ ടഹ് ഗയ, മഴയിൽ അവരുടെ വീട് തകർന്നു. നൗക്കരി മിൽനേക്ക് പ്രതീക്ഷാമേ വഹ് ദില്ലി ആയ, ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ദില്ലിയിലേക്ക് വന്നത്. രാജാറാം ബേഗർ ഹെ, രാജാറാമിന് വീടില്ല. 14 സാലോം സെ അപ്പനെ ഓട്ടോ മെഹി സോത്താ ഹെ, 14 വർഷമായിട്ട് സ്വന്തം ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. വഹ് ഗരീബ് ഹെ, അവൻ ദരിദ്രനാണ്. ഉസ്കാ ജീവൻ സംഘർഷപൂർണ്ണ ഹെ, അവൻ്റെ ജീവിതം സംഘർഷപൂരിതമാണ്. വൂക്ക് ഓർ ബീമാരി സെ വഹ് കംസോർ ഹോ ഗയാ ഹെ, വിശപ്പും അതുപോലെ തന്നെ രോഗവും കാരണം ബലഹീനനാണ്. വഹ് ദൂസരോ കി മദത് കർണേ മേ തത്പരത രഖ്നെ വാലാ ഹെ, അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൂടിയാണ്. വഹു സ്വാഭിമാനി ഓർ സരൾ ജീവൻ ബിതാനെ വാലാ ഹെ, അഭിമാനിയും ലളിത ജീവിതം നയിക്കുന്ന ആളുമാണ്. ദോ വക്ത് കി റോട്ടി മിൽ ഗായത്തോ വഹി ഉസ്കെ ലിയെ ഖുഷി കി ബാത് ഹെ, 2 നേരത്തെ ഭക്ഷണം ലഭിച്ചാൽ തന്നെ വളരെ സന്തോഷമാണ് അയാൾക്കുള്ളത്. ലേഖികാനെ അപ്പനെ സംസ്മरण में गरीब मेहनती विनम्र और दयालु ऑटो ड्राइवर राजाराम का चित्र हमारे सामने प्रस्तुत किया है. ലേഖിക തൻ്റെ സംസ്മരണമായിട്ടുള്ള ദില്ലി മേ ഉനീന്തയും എന്ന സംസ്മരണയിലെ ഗരീബ്, ദരിദ്രനും പരിശ്രമശാലിയുമായിട്ടുള്ള ദയാലുവുമായിട്ടുള്ള ഓട്ടോ ഡ്രൈവറായ രാജാറാമിൻ്റെ സ്വഭാവ സവിശേഷത നമ്മുടെ മുമ്പിൽ പ്രസ്തുതമാക്കിയിരിക്കുന്നു, കാഴ്ചവെച്ചിരിക്കുന്നു. ഇനി സംഖ്യാതങ്കി സഹാദാസെ ബേഗർ സമസ്യ വിഷയത്തിലുള്ള ലഘുലേഖാണ്. ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ബേഗർ എന്ന വിഷയത്തിൽ ലഘുലേഖ കേട്ടോ, ഒന്ന് കാണാം. ഇതാണ് ലഘുലേഖ. ഇത് ഒരുപാടുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ എഴുതിയ ലഘുലേഖ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉണ്ടല്ലോ അതിലുണ്ട്.
ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നമ്മൾ പഠിച്ചതാണ്. ആ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ലഘുലേഖ എഴുതാനുണ്ടായിരുന്നു. ഹിന്ദി വിന്നറിൽ അത് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, ആ ഹിന്ദി വിന്നറിൽ ആ ക്ലാസ് എടുത്തിട്ട് കാണാം.